Praise the Lord. A very good morning to you all. May God bless everyone with a wonderful supernatural Monday. Hallelujah. So we are entering into a beautiful week. Hallelujah. Because God is going to do many wonders in our lives in this week. We are in the end of this year, that is 2023. So this 18th, let us praise and give thanks to our God for all the things that He has done for us till now. Hallelujah. Dear children of God, God is our very present help in times of trouble. അല്ലേ? നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കഷ്ടസമയത്ത് നമ്മുടെ പ്രയാസങ്ങൾ ഒന്നും നടക്കില്ല എന്ന് പ്രതീക്ഷയില്ലാതിരിക്കുന്ന സമയത്തും ഒരു സ്വർഗീയ കരം, എൻ്റെ കർത്താവിൻ്റെ കരം നമ്മുടെ നടുവിൽ ഇറങ്ങി വരും. കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഹീസ് എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾസ്. ആൻഡ് തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ്. ഹി ഹിയേഴ്സ് അവർ ക്രൈസ്. എന്നിട്ട് നമ്മുടെ ആ സിറ്റുവേഷൻ്റെ നടുവിൽ നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ആലോചിക്കാൻ കഴിയത്തില്ല കർത്താവ് എങ്ങനായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന്. ചിലപ്പം മനുഷ്യരിലൂടെ ആയിരിക്കും, ചിലപ്പം പ്രകൃതിയിലൂടെ ആയിരിക്കും, ചിലപ്പം നമ്മൾ പോലും അറിയാത്ത വേസിലാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. So first let us worship the Lord, and God has given us a wonderful promise and we will meditate on that word. So let us first thank and praise the God. Today it's our Zoom meeting, as we all know. Not today, tomorrow, sorry. On all Tuesdays we have Zoom meeting, that is from night 8 p.m. to 9:30 p.m. So wonderful pastor from yours is coming to minister to us. So I'm remembering, last Tuesdays, hallelujah, God has done great wonders in our meetings. So tomorrow also I am reminding everyone to come and join this meeting, because it is such a wonderful meeting. Hallelujah. You'll be blessed. Hallelujah. And you will be getting God's promise or prophecy from God in all our meetings. So join ചെയ്തിട്ടുള്ളവർക്കറിയാം. ഹല്ലേലൂയ. അവരോടായിട്ട് ഞാൻ പറയല്ല, പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് മൈ നമ്പർ 8138881457. എല്ലാ ട്യൂസ്ഡേയ്സാണ് ഈ മീറ്റിംഗ് നടക്കണേ. ഓക്കെ, എല്ലാവരും ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണമെന്ന് ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കരുണാനിധിയേ കാൽവരിയൻപേ നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. കൃപയേകേടം കൃപാനിധിയേ, 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 കൃപയേകേടം കൃപാനിധിയേ, കൃപാനിധിയേ, കൃപാനിധിയേ. മുൻപേ പോയ നിൻ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. താതനിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ. താതനിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം
ഹല്ലേലൂയ. കരുണാസമ്പന്നനായ നമ്മുടെ സ്വർഗത്തിലെ കർത്താവ്, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുന്ന താതൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യാനാണ്. വി ആർ ക്രിയേറ്റഡ് ഫോർ ഗാഡ്സ് പ്ലഷർ, ഗാഡ്സ് വിൽ ടു ബി ഡൺ ഇൻ ദിസ് എർത്ത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വന്ന് വസിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം, പ്ലാൻ ഈ ഭൂമി നമ്മളിലൂടെ നിറവേറാനാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെല്ലാം മാറായും, ഹാലേലുമ, ഏലീമിൻ പാറയിൻ വെള്ളം, ഹാലേലൂയ, വെള്ളത്തെ മാറായിലെ വെള്ളത്തെ മാധുര്യമാക്കിയ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട് ദൈവമക്കളെ. ഹാലേലൂയ. ആ പാറയാം യാഹയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കയ്പിൻ്റെ അവസ്ഥയെ മാറ്റി മധുരമാക്കി തീർക്കും. ഹാലേലൂയ. ധാരാല ശഖരബ വ്രീഖബബ സത്തു ഋതിക രഗശത്തര. ഹാലേലൂയ. മഹാപരിശുദ്ധനും നിത്യന നീതിമാനുമായ കർത്താവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രപ്പാ. We praise you, we lift up your name, Jesus. Abba Father, we praise you. Loving Father, we praise you. Everlasting Father, we praise you. Heavenly Father, we praise you. Father of lights, we praise you. One Father of all, Father of Lord Jesus Christ. Hallelujah. God of Abraham, living God, loving God, God of love and peace, eternal God, God of all comforts, God of patience and consolation. സ്നേഹത്തിൻ്റെ ദൈവമേ, സമാധാനത്തിൻ്റെ ദൈവമേ, പുരാതനമായ ദൈവമേ, അപ്പാ, ഓ റീബാലാബ ശത്തര. കർത്താവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിച്ച് സ്തോത്രം ചെയ്യും. നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ. അതിനായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ 18-ാം തീയതി ഡിസംബർ, ഈ ദിവസം പ്രഭാതം കാണാൻ കഴിഞ്ഞത് ഡാരി അങ്ങയുടെ കൃപയാണ്, കരുണയാണ് കർത്താവേ. എന്തെല്ലാം കാറ്റുകൾ ഞങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു, ഏതെല്ലാം തിരമാലകൾ ഞങ്ങൾക്ക് വിരോധമായി വന്നു, അവിടെ നിന്നെല്ലാം ഞങ്ങളെ ഉറപ്പോടെ നിർത്തിയത് ദൈവമേ അങ്ങയുടെ കൃപയാണ്. ഓൾ ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചത് കൊണ്ടാണ്, അങ്ങയുടെ വചനം ഞങ്ങളെ ശക്തീകരിച്ചത് കൊണ്ടാണ്. ഓ റബറല ശിഖരബ സത്തരബ റിഖബബര സത്തരബ. താങ്ക് യു ജീസസ് ഫോർ ഓൾ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ഗിവൻ us. കർത്താവേ, വർഷത്തിൻ്റെ അവസാന നാളുകൾ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, ഈ വർഷത്തിൽ കർത്താവേ, ചില ദിവസങ്ങൾ മാത്രം ഞങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ആ ദിവസങ്ങൾ കർത്താവ് എന്തെല്ലാം ഞങ്ങളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ 2023 ചെയ്തെടുക്കേണ്ടത് 2023 തന്നെ ഞങ്ങളിലൂടെ ചെയ്തെടുക്കണം. വി ആർ സറണ്ടറിങ് unto you, Daddy. Let your dreams be fulfilled in us, Daddy. Thank you, Jesus, for the wonderful promise that you have given us. So God, children of God, God has given us a wonderful promise. Our God is a God of compassion. മനസ്സലിയുള്ള ദൈവമാണ് അല്ലേ. നമ്മൾ പുതിയ നിയമത്തിൽ വായിച്ചില്ല, 5 അപ്പോൾ 2 മീനും കൊണ്ട് അത്രയും ദിവസം വചനം കേട്ടവരെ, 3 ദിവസം ഇരുന്ന് വചനം കേട്ടവരെ, അവരോട് ദൈവത്തിന് കമ്പാഷൻ തോന്നി. യേശു കർത്താവിന് അവരെ 5 അപ്പോൾ 2 മീനും എടുത്ത് കർത്താവ് സ്വർഗത്തിലേക്ക് വാഴ്ത്തി അവരെല്ലാവരെയും പോഷിപ്പിച്ചു. 5000 പേരെ പോഷിപ്പിച്ചു. അതിലും അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പോഷിപ്പിച്ച ദൈവമാണ്. സോ God have deep compassion on us. ദൈവത്തിന് ആഴത്തിലുള്ള കമ്പാഷനാണ്, മനസ്സലിവാണ് നമ്മളോട് ഉള്ളത്. അതാണ് യെശയ്യാ പ്രവചനം 58:9 says, the scripture says, you will cry for help and the Lord will say, here I am. Hallelujah. Oh ribara shattara. Let me take that verse. Hallelujah. Isaiah 58:9. Holy God, rabara sattara bara shantara. Isaiah 58:9 says, അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. ഹാലേലൂയ. ധാരാലാബ ശിഖാലാബ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ഹാലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ദൈവമക്കളെ നമ്മുടെ നടുവിലുള്ളത്. ദിസ് മീൻസ് ദാറ്റ് God is a very present help for us in times of trouble. ഹാലേലൂയ. വീണ്ടും ആ വചനം പറയാം, you will call and the Lord will answer. നമ്മൾ നിലവിളിക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഹാലേലൂയ. കർത്താവ് എപ്പോഴും ചെവി കോർപ്പിച്ചിരിക്കുവാണ് ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ.
തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവമക്കളുടെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പലപ്പോഴും നമുക്കാണ് അതിന് സമയമില്ലാത്തത്. ഹല്ലേലൂയ. നമ്മുടെ തിരക്കും നമ്മുടെ പ്രതികൂലവും പ്രയാസവും കാരണം നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്തുന്നില്ല. കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുവാൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാണ്, God is hearing your cry, especially your cry for Jesus. Hallelujah. ഓ റീബാലാബ ഷത്തറ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം ഇന്ന് ഞാൻ രാവിലെ വായിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് എന്നാണ് ഇന്ന് ദൈവം സംസാരിച്ചിരിക്കണേ. ഫിലിപ്പിയ ലേഖനം 3:10 പറയുവാണ്, He must know Christ, the fellowship of his suffering and the power of his resurrection. Hallelujah. ഫിലിപ്പിയ ലേഖനം 3:10. ഹല്ലേലൂയ. ഓ റീബാര സന്ധര 10 പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഹല്ലേലൂയ ധാരാലാബ അവനിൽ ഇരിക്കണം. ഹല്ലേലൂയ അല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ഫസ്റ്റ് യു മസ്റ്റ് നോ ഹിം. Second thing is, you should know the power of his resurrection. 3, and the fellowship of his suffering. അത് എത്ര പേർക്ക് ഇഷ്ടമാണ്? ദൈവത്തോടൊപ്പം കഷ്ടം അനുഭവിപ്പാൻ. ഹല്ലേലൂയ. അതും ഒരു വരമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ആൻഡ് ബീയിങ് മെയ്ഡ് കൺഫർമബിൾ അൺടു ഹിസ് ഡെത്ത്. ഹല്ലേലൂയ. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും, ദാറ്റ് ഈസ് ഹല്ലേലൂയ, യു മസ്റ്റ് attain unto the resurrection of the dead. Hallelujah. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ ധാരാലാബ ശത്തര. So in the midst of the suffering we are going through, you might also be crying to know the sufferings of Jesus. കർത്താവ് ആ സമയങ്ങളിൽ നമ്മൾ ഓർക്കണം, ദൈവം യേശു കർത്താവ് ഏതെല്ലാം കഷ്ടത്തിലൂടെ കടന്നുപോയി നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ സഫറിങ്സ്, നമ്മുടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഒന്നുമല്ലാതാവും ദൈവമക്കളെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ അനുഭവിക്കാൻ കഴിയാത്ത കഷ്ടം നമുക്ക് തരില്ല. ഹല്ലേലൂയ ധാരാബ ശാന്തര. നമ്മൾ പറയേണ്ടത് ലെറ്റ് ദൈ വിൽ ബി ഡൺ ലോർഡ് ആൻഡ് ഹാലേലൂയ. ആൻഡ് ഫുള്ളി നമ്മൾ ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്യാൻ, ട്രസ്റ്റ് ഇൻ ജീസസ്. ഹാലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നടുവിൽ നമ്മുടെ വിഷയത്തിന് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് കർത്താവിൻ്റെ തിരുഹിതം പ്രവർത്തിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കണം. യു ആർ ക്രൈ ടു നോ ജീസസ് വിൽ ബി ഹേർഡ് ബൈ ഹിം ആൻഡ് ഹി വിൽ കം ടു യു സേയിങ് I am with you, my child. Hallelujah. പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയാം, മകളെ, മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I will give you, hallelujah, answer. So don't worry. Hallelujah. ഈ പ്രഭാതത്തിൽ 34-ാം സങ്കീർത്തനം നമ്മൾ അതിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, സങ്കീർത്തനത്തിൻ്റെ 34-ാം സങ്കീർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സങ്കീർത്തനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 34-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയണു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. The righteous cry and the Lord heareth and delivered them out of all their troubles. നീതിമാന്മാരുടെ നിലവിളിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ, കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തവരാണ് നീതിമാന്മാർ. ഹല്ലേലൂയ. അവരുടെ കഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് അവരെ വിടുവിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. താഴെ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. The Lord is, hallelujah, near to the broken heart and saves the contrite spirit. Say people who are contrite spirit. Hallelujah. ഓ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവനെ വിടുവിക്കുന്നു. Many are the afflictions of the righteous, but the Lord delivered him out of all their
troubles. Hallelujah. Tara laba shatta rika baba. Oh rika baba, the righteous cry out and the Lord hears. Hallelujah. ഓറിബ ശത്തറ അധികാലകസത്തറ. പല കഷ്ടങ്ങളിലൂടെ നമ്മൾ ഇടുക്കുവാതിലൂടെയാണ് ദൈവമക്കളെ നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നത്. ആ നിത്യതയിലേക്കുള്ള വഴി എന്താ പറയുക, പച്ചപ്പുൽ മെത്തയല്ല. ഹല്ലേലൂയ. ചില ഇടുക്കുവാതിലുകളിലൂടെ നമ്മൾ കടന്നിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ ആ നിത്യതയ്ക്ക് ഓഹരിക്കാരായി നിത്യതയിൽ എന്നും നമ്മൾ കർത്താവിനോടൊപ്പം വാഴുന്നത്. ഹല്ലേലൂയ. നമുക്ക് യോനയുടെ കാര്യം അറിയാം അല്ലേ? ഹി വാസ് എ റൈറ്റസ് പ്രോഫറ്റ് ഓഫ് ഗാഡ്. പക്ഷേ ഹി ഡിസൊബേഡ് ഗാഡ് ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ്, എന്താ പറയുക, ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പം ഒരു ഫിഷ് വന്ന് അതിൻ്റെ വയറ്റിലേക്ക് അതങ്ങ് വിഴുങ്ങി അല്ലേ? He was trapped in the belly of a fish in the middle of the sea. From within the belly of the whale. അവിടെ കിടന്നും യോന നിലവിളിച്ചു. ആ മീനിൻ്റെ വയറ്റിനകത്തുനിന്ന് യോന നിലവിളിച്ചു, ഉറക്കെ നിലവിളിച്ചു. ലോർഡ്, ഐ ആം ഇൻ ട്രബിൾ. ലോർഡ്, ഐ ഹാവ് ഡിസൊബേഡ് യു, ഹെൽപ്പ് മീ. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, കർത്താവെ ഞാൻ തെറ്റിപ്പോയി, ഞാൻ അങ്ങയിൽ നിന്ന് അകന്നു പോയി, ഐ ആം ഇൻ ട്രബിൾ, ഞാൻ എൻ്റെ കർത്താവിനെ അനുസരിക്കാതെ പോയി, പ്ലീസ് forgive me, I am in trouble, Lord, I disobeyed you, I admit my sin എന്ന് പറയുമ്പോൾ കർത്താവ് യോന 2:2 നമ്മൾ വായിക്കുമ്പോൾ യോന പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഐ ക്രൈഡ് ഔട്ട് ടു ദ ലോർഡ് ഇൻ മൈ ഗ്രേറ്റ് ട്രബിൾ ആൻഡ് ഹി ആൻസേർഡ് മീ. എൻ്റെ കഷ്ടസമയത്ത് ഞാൻ നിലവിളിച്ചു, യഹോവ എന്നെ വിടുവിച്ചു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ആ ഡിസൊബേ ചെയ്ത യോനായോട് പോലും കർത്താവിനൊരു കമ്പാഷൻ തോന്നി. നോക്കൂ. സോ അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആർക്കെങ്കിലും ദൈവഭാഗത്ത് ദൈവസന്നിധിയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. ഗോഡ് വിൽ forgive you. ഗോഡ് വിൽ ഹാവ് കമ്പാഷൻ ഓൺ യു ജസ്റ്റ് ലൈക്ക് ഹി ഹാഡ് കമ്പാഷൻ ഫോർ യോന. യോനയോട് കമ്പാഷൻ തോന്നിയതുപോലെ നിങ്ങളോടും ദൈവത്തിന് കമ്പാഷൻ തോന്നും. ഹല്ലേലൂയ. ഗോഡ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ ഓഫ് യോന and came to his rescue and made the fish vomit him out into the dry land. ഒരു ഡ്രൈ ലാൻഡിൽ ആ മത്സ്യം ആ യോനെ ഒമിറ്റ് ചെയ്തു. ഹല്ലേലൂയ. ആൻഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് കണ്ടിന്യൂഡ് ടു ഷൈൻ അപ്പോൺ യോന. അപ്പോൾ ഒരു പാഠം പഠിച്ചപ്പോൾ യോന പിന്നെ തെറ്റിപ്പോയേയില്ല, കർത്താവിനോടൊപ്പം നടന്നു. ഹല്ലേലൂയ. സോ ത്രൂ ഹിം, ആ യോന മുഖാന്തരമാണ് കർത്താവിൻ്റെ ലക്ഷ്യം. അതായിരുന്നു യോനയിലൂടെ ആ നിനവേ പട്ടണം രക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ യോനയെ അയച്ചപ്പോൾ യോന എന്ത് ചെയ്തു? ഡിസൊബേ ചെയ്ത് വേറെ സ്ഥലത്ത് പോയി. അവിടെ നിന്ന് കർത്താവ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിന് നമ്മൾ തെറ്റിപ്പോകുമ്പോൾ കർത്താവ് ഏതെങ്കിലും മാർഗത്തിലൂടെ നമ്മളെ തിരിച്ചങ്ങ് പിടിക്കും. ദൈവമക്കളെ, ഈ മീൻ ചൂണ്ടയിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. അതുപോലെ ത്രൂ ഹിം, യോന വഴി the entire nation was saved and turned towards God. So God heard Yona's cry when he was in trouble. അതുപോലെ he will do the same for us, same for me, same for you. If you cry out to him, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുവാണെങ്കിൽ, എക്സോഡസ് 22:23, പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുന്നു. When the widows or the orphans cry, the Lord says, I will certainly hear their cry. ഞാൻ അവരുടെ നിലവിളി ഞാൻ കേൾക്കും. Maybe you are saying that you are a widow or an orphan. Take comfort. നിങ്ങൾ ആശ്വസിക്കപ്പെടുക. That Lord hears your cries. നമ്മുടെ എല്ലാം പിതാവാണ്, നമ്മുടെ സ്വർഗ്ഗത്തിലെ കർത്താവ്. ഹീൽ ബി എ ഫാദർ ടു യു. സങ്കീർത്തന 68:8 പറയുന്നുണ്ട്, അവൻ പിതാവില്ലാത്തവർക്ക് അവൻ പിതാവായിരിക്കും. ഹീസ് എ ഫാദർ ടു ദ ഫാദർലെസ്. ഹി വിൽ ബിൽഡ് യുവർ ലൈഫ് ആൻഡ് വിൽ പ്രോസ്പർ യു. സോ യെസ്, ദ ലോർഡ് ഈസ് ഇൻഡീഡ് കമ്മിങ് ടു യു ടു ആൻസർ യുവർ ക്രൈ ആൻഡ് to give you a beautiful future. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ പ്രോമിസ് ഡാഡി. ഹല്ലേലൂയ. വി താങ്ക് യു for all the things that you have given us. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മേൽ ഇന്ന് കമ്പാഷൻ കാണിക്കുന്നതിനായി സ്തോത്രം. ബിക്കോസ് ഓഫ് യുവർ ഗ്രേറ്റ് മേഴ്സീസ്, ഹല്ലേലൂയ, ഞങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഡാഡി. വി ഹാവ് നോട്ട് കൺസ്യൂം. താങ്ക് യു ഫോർ അഷ്യൂറിങ് us that you have heard our cries. ഞങ്ങളുടെ നിലവിളി അങ്ങ് കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ സഹായിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്നതിനായി
എൻ്റെ അപ്പച്ചനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യും. ഡാഡി, ഹെൽപ്പ് us to know more about you and have a closer walk with you, Daddy. Oh, grant us the strength to preserve in righteousness so that we can bring glory to your name. ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരേത് വിഷയത്തിലൂടെ കടന്നു പോയോ, കർത്താവിൻ്റെ വഴി വിട്ടു പോയോ, അവരേതെങ്കിലും അഡിക്ഷൻസിലാണോ, കർത്താവിനെ വചനം അനുസരിക്കാതെ അവർ തെറ്റിപ്പോയെങ്കിൽ ഡാഡി, ഹാവ് കമ്പാഷൻ ഓൺ ദം ഡാഡി. ഞങ്ങളാരും പെർഫെക്റ്റ് അല്ല, ഞങ്ങളെ കുറവുകളുണ്ട് കർത്താവെ. ആ യോനയോട് കമ്പാഷൻ തോന്നിയ പോലെ ഞങ്ങളോടും ഈ പ്രഭാതത്തിൽ കമ്പാഷൻ തോന്നുക. ഞങ്ങളെല്ലാവരും മടക്കിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാട് ഡാഡി. ഓരാബാര സന്തര, ഞങ്ങളായിരിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരണമേ കർത്താവെ. പ്രത്യേകാൽ ഇന്ന് സർജറി നടക്കുന്ന മകളെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഡാഡി. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യണമേ. ഓൾറെഡി ഐ പ്രേഡ് ഡാഡി, ആൻഡ് ഗോഡ്, ഐ നോ ദാറ്റ്, ഐ എം വെരി ഷുവർ ദാറ്റ് you will do a miracle healing there, and everything, operation, everything will be successful today, and your name is going to be glorified, and your hallelujah, God is going to make her a big hallelujah testimony among others. hallelujah. അതിനായി സ്തോത്രം പപ്പ. ആ കുടുംബത്തെ ശുരക്ത കവർ ചെയ്ത് മുദ്രയിടുന്നു. ഓരാബാല ശാന്തരാബ റീഖാബാബ, കർത്താവിൻ്റെ ദൂതന്മാരുടെ കാവൽ ആ മകൾക്ക് കുടുംബത്തോടും കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വലിയ പാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു. അസ്റ്റംബാസ് സഭ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളെ ഞങ്ങളുടെ നടുവിൽ കടന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസിനെയും കുടുംബത്തെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാളത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവാണല്ലോ ചെയ്യുന്നത്. ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ആ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, നല്ല പാട്ടും പ്രാർത്ഥനയും ആരാധനയും വചന ശുശ്രൂഷയും കർത്താവ് നാളെ തരാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഈശോപ്പിച്ചെടുക്കണം. കർത്താവെ, കടന്നു വരുന്ന എല്ലാവരുടെ വിഷയങ്ങളുടെ മേലും കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ നടുവിൽ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് ചില പേപ്പേഴ്സിൻ്റെ കാര്യങ്ങൾക്കായി ഗവൺമെൻറ് ഓഫീസിൽ കടന്നു പോകുന്നല്ലോ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിഷയത്തിന്മേൽ പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ മുന്നമേ ദൂതനെ അയച്ച് അവിടെ വഴി ഒരുക്കിയിരിക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബാൽ രക്ഷയിലേക്ക് വരാനുള്ള രക്ഷയിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെ എല്ലാം അന്യഭാഷയുടെ ആൾത്താൽ അഭിഷേകത്താൽ നിറയ്ക്കണം. പ്രേയിങ് ഫോർ ദ ഓർഫൻസ് ആൻഡ് വിഡോസ്, മിഷണറീസ്, സുവിശേഷരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിലിറ്റൻസിനായി പ്രാർത്ഥിക്കുന്നു. ചാനൽ കാണുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്ത് കുടുംബമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റഡീസ്, ഹയർ സ്റ്റഡീസിൽ പുറത്തെ കൺട്രീസിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. അവരുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. ഇന്ത്യക്ക് പുറത്തുള്ള ഞങ്ങളുടെ എല്ലാ ഫെല്ലോ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റ് മീറ്റിങ്സിനെ എല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അധരാലാബാഷാത്തര, ഞങ്ങളുടെ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഞങ്ങളുടെ അതോറിറ്റീസ്, ഞങ്ങളുടെ നേഷൻ, എല്ലാ സ്റ്റേറ്റ്സിനെ, നോർത്ത് ഇന്ത്യ വേല എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിട്ടുപോയിട്ടുള്ള സകല വിഷയങ്ങളെ ഓർത്ത് അപ്പൻ്റെ തിരുകൾ കർത്താവെ തക്ക തുണയെ ലഭിക്കാത്ത തക്ക തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണം. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെയും കർത്താവ് സൗഖ്യമാക്കണം. അപ്പരാബരാല ധാരാല സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രക്ഷിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഓ റീഖാറാബാടിയനെ കുഞ്ഞിനെ ശിവരക്താ മറക്കണം. ഞങ്ങൾക്ക് ചുറ്റും കർത്താവ് തീമതിലായിരിക്കണം. ഈ വീഡിയോ ഇന്ന് ഓഡിയോ ക്ലിപ്പ് ഇടാനും ചാനലിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനും സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. അടിയൻ്റെ ഒരു ബുദ്ധിയോ കഴിവുമല്ല, ഇത്രത്തോളം എല്ലാം സഹായിച്ചതെന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചിട്ട് സ്തോത്രം. സാലം ഞങ്ങൾക്ക് വേണ്ടി ജീവനിച്ചുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു, താങ്ക് യു, ഹോളി സ്പിരിറ്റ്.